നമ്മുടെ മറുനാടൻ ഷാജൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കമൻറ്റുകൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഇത് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല. പകരം അദ്ദേഹം സ്വന്തം ക്രെഡിബിലിറ്റി എന്തിനാണിങ്ങനെ നശിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഷമം കൊണ്ടിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം ഇതിൽ അദ്ദേഹത്തിൻ്റെ തമ്പ് എന്ന് പറയുന്നത് മുതലാളിമാർ ക്രിമിനലുകൾ, റിപ്പോർട്ടർമാർ ഗുണ്ടകൾ, എന്തൊരു കഷ്ടം ഇത് എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിമാർ ക്രിമിനലുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇത് അദ്ദേഹം റിപ്പോർട്ടർ TV ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തേക്കണ ഒരു വീഡിയോ ആണ്. പക്ഷേ ആ റിപ്പോർട്ടർ ചാനലിൽ ഉദ്ദേശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനം വേണ്ടേ ഷാജ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഷാജൻ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും റീച്ച് കൂടി പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. വസ്തുതാപരമായി എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ വീഡിയോ ഷാജൻ കുറേ നാളുകളായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും അദ്ദേഹം മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം നമ്മുടെ VD സതീശനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളിനി എന്ത് തന്നെ പറഞ്ഞാൽ പോലും എനിക്ക് ഇത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം വീഡിയോ ചെയ്തേക്കണം. അതിലൊരു വീഡിയോ ഇതാണ്: എന്തൊക്കെയായിരുന്നു പിണറായി സ്തുതിപാഠകർ VSന് മുന്നിൽപ്പെട്ടു കണക്കിന് കൊടുത്തു. അത് അവിടുത്തെ ഒരു കുട്ടിയുടെ വീഡിയോ ആണ്, അത് പോട്ടെ. അതിനു മുമ്പ് അദ്ദേഹം മറ്റേ വേറൊരു വീഡിയോ മറുനാടൻ ഷാജൻ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ദേഷ്യം, കണ്ണീർ, കരുണ, സ്പീഡ്, എന്തൊരു മനുഷ്യൻ ആണ് ഇയാൾ എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടാതെ അദ്ദേഹം ശ്രീജിത്ത് IPSനെയും പുകഴ്ത്തിക്കൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടിലാണ്. കാരണം 100-ലധികം കേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസുകളൊക്കെ ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഷാജനോട് പറയാനുള്ളത്, ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒഴിവാക്കിയാൽ പോലും സതീശനൊന്നും ചോദിക്കാൻ പോകുന്നില്ല, ഒരു അനിഷ്ടവും തോന്നാൻ പോകുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ബേസ് ഇല്ലാത്ത വീഡിയോകൾ എങ്ങനെയാണ് മറുനാടൻ ഷാജൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് ബാക്കി ആ വീഡിയോ കേട്ടിട്ട് നമുക്കതിൻ്റെ അഭിപ്രായത്തിലേക്ക് വരാം. നടക്കാനാവാത്ത സങ്കടത്തോടെ, വേദനയോടെ, നിരാശയോടെ ഈ നാടിന്റെ ഗതികെട്ട അവസ്ഥയോർത്ത് വിലപിക്കുകയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇങ്ങോട്ട് വരുമ്പോഴും വാർത്ത കാണുകയും ചങ്ങനാശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ ഒരു ക്യാമ്പിന്റെ ചിത്രം റിപ്പോർട്ടർ 2:15 വരെ ഇന്നലെ മുതൽ ക്യാമ്പിൽ താമസിക്കാനറിയാം. അവർക്ക് ഭക്ഷണമില്ല, കുടിക്കാനുള്ള വെള്ളം പോലുമില്ല, മറ്റൊരു സൗകര്യമില്ല. VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ്. ഇന്ന് 3 മണി വരെ അവർക്ക് ഭക്ഷണം കിട്ടിയില്ല. മുഖ്യമന്ത്രിയുടെ 3 മണിക്കൂറിന്റെ ഭക്ഷണം അത് വലിയ വാർത്തയായിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുമ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഇന്നലെയും ഇന്ന് രാവിലെയും ഇന്ന് 2:15 മണി വരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് റിപ്പോർട്ടർ TV അവിടുന്ന് തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പിന്റെ മാത്രം അനുഭവമല്ല. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്യാമ്പിൽ, പ്രൊവിഡൻസ് കോളേജിലാണ് ക്യാമ്പ്. അവിടെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കിടക്കാൻ പായ പോലുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ക്യാമ്പിലെത്തിയവർക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള പായ പോലും തയ്യാറായിട്ടില്ല. ബ്രഷില്ല, പേസ്റ്റില്ല, സോപ്പില്ല, ഒരു വസ്തു അവർക്ക് കൊടുത്തില്ല. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന, സത്യം പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്നാണല്ലോ പറയുന്നത്. ദുരിതാശ്വാസമില്ല, ക്യാമ്പ് മാത്രം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ദുഃഖഭാവം കണ്ടിട്ട് കേരളം ഒന്നാകെ കരഞ്ഞു. ഈ കണ്ണീര് കൊണ്ട് നമ്മുടെ ഡാമുകളെല്ലാം നിറയുകയും മറ്റൊരു ദുരന്തം കൂടി ഉണ്ടാവുകയും ചെയ്യുമോ എന്ന ഭയം. ഇത് കോമഡിയാണ് കേട്ടോ, ഇത് നിങ്ങൾ കണക്കിലെടുക്കണ്ട. ഇത് വെറും അളിഞ്ഞ കോമഡി. ഇതാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി. എങ്ങനെയെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പ് നടത്തുക. ആ കുത്തിത്തിരിപ്പിന്റെ പേരിൽ കുത്തിത്തിരിപ്പ് എങ്ങനെയാണ് ഷാജി? ഇതിൽ പറഞ്ഞതിൽ വാസ്തവമില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയും. ഇതെങ്ങനെ കുത്തിത്തിരിപ്പാണ്? അങ്ങനെ വാസ്തവമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം എന്നുള്ളതിലൊക്കെ ചൂണ്ടിക്കാണിക്കണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. അതിനുവേണ്ടി പണിയെടുക്കുന്ന ദേശാഭിമാനിക്കും കൈരളിക്കും ഇതുവരെ വിശ്വാസ്യതയില്ലാത്തത് കൊണ്ടാണ്
മരമുറി ചാനൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുറെ മുതലാളിമാർ നടത്തുന്ന റിപ്പോർട്ടർ ചാനൽ ആ പിതൃത്വം ഏറ്റെടുത്ത് ഭംഗിയായി നിറവേറ്റുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് കഷ്ടപ്പെട്ടിട്ടും അവർക്ക് ആകപ്പാടെ കുപ്പിയെടുക്കാൻ കഴിഞ്ഞത് ചങ്ങനാശ്ശേരിയിലെ ഒരു ചെറിയ പ്രശ്നമാണ്. ചങ്ങനാശ്ശേരിയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. ആ ദുരിതാശ്വാസ ക്യാമ്പ് വൈകുന്നേരം 6 മണിക്കാണ് തുടങ്ങി. നോട്ട് ചെയ്യണേ നിങ്ങൾ, ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നം. അതിനു മുമ്പ് തന്നെ ആളുകൾ എത്തിത്തിറങ്ങി. അവിടേക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സമയമെടുക്കുന്നത് കൊണ്ട് അവിടെയുള്ളവരോട് മറ്റൊരിടത്ത് പോയി ഭക്ഷണം കഴിക്കാമോ എന്ന് ചോദിച്ചു. അവരിൽ ചിലർ വിസമ്മതിച്ചു. അവർ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാൽ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണമെന്ന് അവർ ശഠിച്ചു. അത് വലിയ പ്രശ്നമാകുന്നു. പിറ്റേ ദിവസം റിപ്പോർട്ടർ ചാനൽ കുത്തിത്തിരിപ്പുമായി രംഗത്തിറങ്ങുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ പരാതിയുള്ള 1-2 പേരെ മാത്രം തപ്പിപ്പിടിച്ച് അവർ പ്രശ്നമുണ്ടാക്കുന്നു. അതിനിടപെടാൻ വേണ്ടി സ്ഥലം MLA വിനു ജോബ് എത്തുന്നു. വിനു ജോബിനോട് പൊട്ടിത്തെറിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ചക്രവർത്തിയെ പോലെ. MLAയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ കാണിക്കാം എന്ന് അഹങ്കാരത്തോടുകൂടി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിൽ ഇടപെട്ട ആളെ ഭീഷണിപ്പെടുത്തുകയാണ്. സഹിക്കിട്ട് MLA മറുപടി പറഞ്ഞു. ഈ പറയുന്ന വൃത്തികേടുകൾക്ക്, അഹങ്കാരത്തിന് എല്ലാം പിന്തുണയും കൊടുത്തുകൊണ്ട് ലൈവിൽ നമ്മുടെ നുണ മാത്രം പറയുന്ന ഡോക്ടർ അരുൺകുമാർ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സീൻ കേരളം മുഴുവൻ കണ്ടതാണ്. ഈ വീഡിയോ കണ്ടാൽ ആരാണേലും ഈ വൃത്തികേട് കാട്ടിയവന്മാരുടെ ചെവുക്കലിനൊന്ന് പൊട്ടിക്കാൻ ആലോചിച്ചു പോകും. പക്ഷെ അവന്മാരുടെ വീഡിയോ ആയതുകൊണ്ട് കാണിക്കുന്നില്ല. അത്രയ്ക്കും വലിയ വൃത്തികേടാണ് അവന്മാർ കാട്ടിയത്. അതാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഒന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ സംഭവം എന്താണെന്ന് അറിയണം കേട്ടോ. ഗവൺമെൻറ് LP സ്കൂൾ ചങ്ങനാശ്ശേരിയിലെ ഒരു ക്യാമ്പിൽ അവിടെ ഒരു ചാർജുള്ളത് വില്ലേജ് ഓഫീസർക്ക് മെയിൻ ചാർജുണ്ട്, കൂടാതെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ചാർജുണ്ട്. ആ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം വില്ലേജ് ഓഫീസർ അടക്കം കമൻറ്റുകൾ അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ തലേദിവസം രാത്രി വന്നിട്ടുള്ള, അതായത് 6 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കുട്ടികൾ അവരുടെ ട്യൂഷൻ മാസ്റ്ററെ വിളിച്ചു വരുത്തിയിട്ട് അതിൽ അവരെ വിളിച്ച് ഭക്ഷണമില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബ്രെഡും പഴവും കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിച്ചാണ് അവർ കിടന്നുറങ്ങിയത്. ആ കിടന്നുറങ്ങിയ ആളുകൾ രാത്രി ഭക്ഷണം കിട്ടിയില്ല. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമല്ലേ, ഇപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല, ഒരു പരാതി ഉണ്ടാക്കിയില്ല. പിറ്റേ ദിവസം രാവിലെയും അവിടെ ഭക്ഷണം എത്തിയില്ല. ഏറ്റവും ഒടുവിൽ ഉച്ചക്ക് 2:30 വരെ അവിടെ ഭക്ഷണം എത്തിയില്ല. ആ 2:30 വരെ ഭക്ഷണം എത്താതിരുന്നത് ഷാജനൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഷാജൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഷാജൻ അത് പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ ഷാജൻ പറയുന്നത് അത് നിസ്സാര പ്രശ്നമാണെന്നാണ്. കൂടാതെ അവരോട് പറഞ്ഞത്, ഏറ്റവും ആദ്യം പറഞ്ഞത് തൊട്ടപ്പുറത്തുള്ള ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. അപ്പോൾ അതിൽ കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ അവിടെ ചെറിയ കുട്ടികളുണ്ട്. അവരെ വെച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അത് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരൊരു വിഷമം അതിനകത്ത് കാണിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വിഷമം കാണിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അപ്പുറത്തുള്ളവർ അവർ ഫുഡ് ഉണ്ടാക്കി അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇവരും കൂടി ചെല്ലുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് തോന്നലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരതിലൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. കൂടാതെ കിടപ്പ് രോഗികളും വൃദ്ധരായിട്ടുള്ള ആളുകളും അതുപോലെ കുട്ടികളെയും വെച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും അവർ പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ പോലും അവരോട് സഹാനുഭൂതിയോടുകൂടി ഇടപെടേണ്ടതിന് പകരം അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈഗോയാണെന്നാണ് അവിടുത്തെ വില്ലേജ് ഓഫീസർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, വില്ലേജ് ഓഫീസർ പറയുന്നത്. രണ്ടാമത്തത് ഈ പറയുന്നത്, അതിന് ശേഷം അവിടെ MLA 10 മിനിറ്റിനകം വിളിച്ചപ്പോൾ അദ്ദേഹം മാന്യമായി ആദ്യം പറഞ്ഞു, MLA പറഞ്ഞു 10 മിനിറ്റിനകം ഞാൻ എത്താമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി. 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥത്തിൽ ഇത് ഈ പറയുന്ന വന്നതിന് ശേഷം അദ്ദേഹത്തോട് വളരെ മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അവിടെയുള്ള അന്തേവാസികൾ പറഞ്ഞു, ആളുകൾ പറഞ്ഞു. അതിനുശേഷം പറയുന്നത് നിങ്ങളിത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞതിന് ശേഷം MLA പറയുന്ന വാചകം ഇത് ചങ്ങനാശ്ശേരിയാണെന്നാണ്. ഇത് ചങ്ങനാശ്ശേരിയോ കോട്ടയത്തോ കോവിലകത്തോ തിരുവനന്തപുരത്തോ മറ്റേ കോഴിക്കോടോ അല്ലെങ്കിൽ കാസർഗോഡോ എവിടെയാണെങ്കിലും സാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അതവർ ചെയ്യും. അതിനുശേഷം അങ്ങനെ യഥാർത്ഥത്തിൽ അതിനുശേഷം 2-2:30 എന്ത് ചെയ്തു, കുറച്ച് ചോറും കൊണ്ടൊരാൾ വന്നു. അതിനുശേഷം കറിയുമായിട്ടൊരാൾ വന്നു. ആ വരവൊക്കെ തന്നെ കാണേണ്ടതാണ്. വളരെ ആലസ്യത്തോടുകൂടി ഏതാണ്ട് ഉച്ചക്കുള്ള ഫുഡ് കഴിഞ്ഞു, ഇനി രാത്രിത്തേക്കുള്ള ഫുഡാണ് എന്നുള്ള ലെവലിലാണ് അവർ വന്നത്. ഈ പ്രശ്നം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഷാജ മാധ്യമപ്രവർത്തനത്തിലേക്കണേ?
ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഷാജൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ സ്തുതി പാടാനോ? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിത് ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ് ഷാജൻ പറഞ്ഞു വരുന്നത്. ആ സംഭവം മറ്റേ പ്രൊവിഡൻസ് കോളേജിൽ അവിടെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പായ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാണിക്കുന്നതിനെതിരെ ഒരു വീഡിയോ. സത്യത്തിൽ ഒക്കെ ഷാജൻ എന്തായാലും ഇവരെ പുകഴ്ത്തി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഷാജൻ ഇത് ഒഴിവാക്കാമായിരുന്നൊരു വീഡിയോ ആണ് എന്നുള്ളത് ഞാൻ പറയും. ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പരാതി ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. പെട്ടെന്ന് കിടപ്പാടം നഷ്ടപ്പെടുമ്പോൾ, ഇതുവരെ കഴിഞ്ഞിടത്തുനിന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. എന്നാൽ ഈ സർക്കാരാവട്ടെ മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലാ കളക്ടർമാർക്ക് പരമാധികാരം കൊടുത്തിരിക്കുന്നു. അവർക്ക് ഫണ്ട് അനുവദിക്കാം, അവർക്ക് വേണമെങ്കിൽ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാം, എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടാക്കി വരുമ്പോൾ ഉള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമയം പോലും ഇവർ കൊടുക്കുകയില്ല. ഇത് അവരുടെ അപകടം. എൻ്റെ പൊന്നു ഷാജ, സമയം കൊടുക്കൂലെന്ന് പറയാനായിട്ട് രാത്രി കഴിക്കേണ്ട ഫുഡ്, പിറ്റേ ദിവസം രാവിലെ കഴിക്കേണ്ട ഫുഡ്, അത് ഉച്ചക്ക് കഴിക്കേണ്ട ഫുഡ് സ്കിപ്പ് ചെയ്തതിന് ശേഷം അതുണ്ടാക്കാൻ സമയം കൊടുക്കണമെന്നാണ് ഷാജൻ പറയുക. ഷാജ അവിടെയുള്ള ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ ഏതെങ്കിലും ഹോട്ടലുകാരോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10-40 പേർക്കുള്ള ഫുഡ് അവർ കൊടുത്തു വിട്ടാലും ഷാജ ഇത് മനസ്സിലാക്ക്. എന്നിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് വില്ലേജ് ഓഫീസർ വന്നിട്ട് പറയുന്നത് മുഴുവൻ കള്ളമാണ്. പുള്ളി തലേദിവസം അവിടെ ഉണ്ടായിരുന്നു, പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുത്ത് ക്യാഷ് കൊടുത്ത് ഫുഡ് മേടിച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്നത് മുഴുവൻ കള്ളമാണ്. പിന്നെ ഷാജനൊക്കെ ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത്, കാണില്ല എന്നുള്ളത് എനിക്കറിയാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഷാജൻ പറഞ്ഞല്ലോ മറ്റേ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്താണെങ്കിലും ആദ്യമൊക്കെ പരാതി വരും. അത് കറക്റ്റാണ്, ആദ്യം പരാതി വരും, പിന്നീട് അത് പരിഹരിക്കണം. പക്ഷെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അതിനിതൊക്കെ പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു മുഖ്യമന്ത്രിയല്ല ഇരിക്കുന്നത്. എന്തെങ്കിലും തക്കിട തരികിട പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇനി ഷാജനോട് ഞാൻ മറ്റൊരു കണക്ക് പറയാം. ഷാജൻ അറിയുമോ, ഇപ്പോൾ ഉള്ള ക്യാമ്പുകളിൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞ കണക്ക് പ്രകാരം 462 ക്യാമ്പുകളിലായിട്ട് 27,048 ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളൂ. ഷാജൻ മനസ്സിലാക്കേണ്ടത് പിണറായി ഗവൺമെൻറ് കാലത്ത് 34 ലക്ഷത്തി, അതായത് 2018 34,15,934 പേരാണ് ഉണ്ടായിരുന്നത്. 34,934,15,934 പേർ 12,250 ക്യാമ്പുകളിലായി. അതായത് 2018 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടർന്നിരുന്നവരുടെ 1% ആളുകൾ, അതായത് 34,000 ആളുകൾ പോലും ഇപ്പോൾ ക്യാമ്പിലില്ല. എന്നിട്ട് നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അന്നത് എത്ര ഗംഭീരമായി മാനേജ് ചെയ്തിരുന്നു എന്നുള്ളത് ഷാജനൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറ്റം, ഗവൺമെൻറ്റിന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങൾ കണ്ടെത്തി പറയൂ, മിസ്റ്റേക്കുകൾ കണ്ടെത്തി പറയൂ. അല്ലാതെ എന്തൊരാൾ, എന്തൊരു പൂക്കിച്ചിരി, എന്തൊരു ഈ പറയുന്ന പോലെ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസാര കാര്യങ്ങൾ, അതായത് എന്തോ ഷാജൻ മറ്റേ നമ്മുടെ ബി അശോകിൻ്റെ ഫാദർ മരിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രി എല്ലാവരോടും ചിരിച്ച് വർത്താനം പറഞ്ഞു. അതൊക്കെ മുഖ്യമന്ത്രി ചെയ്തോട്ടെ, എന്നാൽ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. പക്ഷെ അതിനു വേണ്ടി മാത്രമല്ലല്ലേ ഷാജ, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതം മാത്രമാണ്, ആശ്വാസമില്ല എന്ന് പറയുന്നതിൻ്റെ വിലക്കെടുക്കട്ടെ. ഇനി അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇതൊക്കെ എത്രയൊക്കെ ഷാജൻ പറഞ്ഞാൽ പോലും ഞാൻ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു. പക്ഷേ ഷാജൻ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, മറ്റൊരു കാരണം കൂടിയാണ്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. കരുതുന്നു 1-2 പേരുടെ പരാതിയാണ് ചിലർ ഏറ്റെടുക്കുന്നതും ചിലർ റിപ്പോർട്ടർ ചാനൽ മൂപ്പിക്കുന്നതും യാതൊരു അന്തസ്സുമില്ലാതെ. 1-2 പേരുടെ പരാതിയല്ല ഷാജ, അവിടെയുള്ള എല്ലാ ആളുകളുടെയും ബൈറ്റ് എടുത്തിട്ടുണ്ട്. 24ലധികം ബൈറ്റുകളുണ്ട്. ഷാജ ചുമ്മാ പറയരുത്. എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ലക്ഷ്യത്തിൽ നാട് നീളെ നടന്ന് ഇങ്ങനെ കലാപം ഉണ്ടാക്കിയാണ് റിപ്പോർട്ടർ ചാനലും. ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഭക്ഷണം കിട്ടിയില്ലെന്ന് പറയുന്നത് കലാപം ഉണ്ടാക്കലാണോ ഷാജ? ഭക്ഷണം കൊടുത്താൽ പോരെ? കൊടുത്തതിന് ശേഷം ആരെങ്കിലും കൂടി ചെന്നോ? Never, and I mean never, introduce yourself by saying your name. റിപ്പോർട്ടർമാരും മുതലാളിമാർ ഒട്ടേറെ ക്രിമിനൽ കേസിലെ പ്രതികളാകുമ്പോൾ റിപ്പോർട്ടർമാർ ഗുണ്ടകളാകുന്നതിൽ അതിശയിക്കേണ്ടതില്ല. അത് ഷാജൻ പറഞ്ഞു. മുതലാളിമാർ ക്രിമിനൽ കേസിൽ പ്രതികളാണ്, വാസ്തവമാണ്. അത് പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അവർ ഡിഫെൻഡ് ചെയ്തോളും. പക്ഷേ രണ്ടാമത്തെ കാര്യം ഷാജൻ പറയരുത്. കാരണം എന്താ, അഖിൽ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ് ചെയ്തത്. ആ റിപ്പോർട്ടർ ഗുണ്ടയാണെന്ന് ഷാജൻ എവിടെ നിന്ന് വിവരം കിട്ടിയത് ഗുണ്ടയാണെന്ന് പറയാൻ? അല്ലെങ്കിൽ പിന്നെ ആ പയ്യനും പറഞ്ഞൂടെ ഷാജൻ ഗുണ്ടയാണെന്ന്? എന്തൊക്കെയാണ് ഷാജി പറയണം? ആ പയ്യൻ പാലക്കാടുള്ള പയ്യനാണ്, കല്ലാടിക്കാടുള്ള പയ്യനാണ്. ആ പയ്യൻ BA ജേർണലിസം കഴിഞ്ഞതാണ് മണ്ണാർക്കാട് നിന്ന്, MASc അത് കഴിഞ്ഞ് MA ജേർണലിസം കഴിഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് വന്നിരിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ യഥാർത്ഥത്തിൽ ആ പയ്യനെ അവിടെ നിന്നുള്ള ആളുകൾ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറെ വിളിച്ചു വരുത്തിയതാണ്.
ആ വിളിച്ചു വരുത്തിയത് കൊണ്ട് സംസാരിച്ചതാണ്. ആ സംസാരിച്ചപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു പരിഹാരത്തിൻ്റെ മാർഗത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ കുറച്ചുകൂടി വികാരപരമായി സംസാരിച്ചു പോയി. അല്ലാതെ അവർക്കൊന്നും ഭക്ഷണം കൊടുത്തിട്ടില്ല, ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പോണതാണോ? അങ്ങനെയാണെങ്കിൽ ഷാജൻ അങ്ങനെയല്ലല്ലോ ആളുകളോട് സംസാരിക്കാറുള്ളത്. എന്തൊക്കെയാണ് ഷാജി പറഞ്ഞത്? അതുകൊണ്ട് അവരെ ഗുണ്ടയും കൂടിയാക്കി മാറ്റിയ. അവരുടെ നേതാവിനെ കണ്ടല്ലേ അണികൾ പഠിക്കുന്നത്. നോക്കുക, ആരാണ് ഈ ചങ്ങനാശ്ശേരി റിപ്പോർട്ടർ എന്ന് എനിക്കറിയില്ല. പക്ഷെ അയാളുടെ അഹങ്കാരം, അയാൾ MLA യോട് സംസാരിച്ച രീതി, MLA പറഞ്ഞത് കേൾക്കാൻ അയാൾക്കുണ്ടായ വിസമ്മതം, അയാളാണ് ജഡ്ജി എന്ന തരത്തിൽ വെല്ലുവിളിക്കുന്നത്, എവിടെയോ ഒരാളെ തപ്പിപ്പിടിച്ചിട്ട് അതിന് പേരിൽ ബഹളം വയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ ഗുണ്ടയല്ലാതെ മറ്റാ. അയാളല്ല ഗുണ്ടത്തെ പണി കാണിച്ചത്, MLA ആണ്. MLA പറഞ്ഞത് ചങ്ങനാശ്ശേരിയാണ്, ഇവിടെ പണി നടക്കില്ലെന്നാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിനോടൊപ്പം വന്ന ഒരാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറിയെന്ന് നമ്മൾ കണ്ടതാണ്. അതൊന്നും ഷാജൻ കാണാതെ അവിടെ ഭക്ഷണമില്ലാതെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഭക്ഷണമില്ലാതെ നിൽക്കുന്നത് കണ്ടതിന് ശേഷം അവർ യഥാർത്ഥത്തിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ, അത് വളരെ വൈകാരികമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഷാജൻ അത് ഗുണ്ടാപ്പണിയായിട്ട് തോന്നുകയും മറ്റുള്ളവർ പറഞ്ഞത് ഗുണ്ടാപ്പണിയില്ലാതെ തോന്നുകയും ചെയ്യുന്നതിൻ്റെ കാരണം നമുക്കറിയാം. പക്ഷേ ഈ വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഷാജൻ ഒഴിവാക്കാമായിരുന്നു, അത്രേ ഉള്ളൂ. കാര്യമൊന്നും തോന്നുന്നില്ല. അയാൾ മാധ്യമ പ്രവർത്തകനല്ല, ഗുണ്ടയാണ് എന്ന് വേദനയോടെ പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഇത്തരം ഗുണ്ടകളെയാണ് നാടുനീളെ ഈ റിപ്പോർട്ടർ ചാനൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. എവിടെയും അവർ പറയുന്നത് നുണകളും കുത്തിത്തിരിപ്പുമാണ്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ എന്നെ പിടിച്ചുകൊണ്ടുപോയി ഒരു ദിവസം. ഇത് പിന്നെ ഷാജനെതിരെ റിപ്പോർട്ടർ ചാനലിൽ വാർത്ത കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഷാജൻ പല കാര്യങ്ങളും പറയും. പിന്നെ ഏറ്റവും ഒടുവിൽ ഈ വീഡിയോൻ്റെ ഏറ്റവും ഒടുവിൽ അതും കാണേണ്ട കാര്യമില്ല, ഏതോ ബൈജു സ്വാമി എന്ന് പറയുന്ന ഒരാൾ മറ്റേ പിണറായി വിരുദ്ധത കുത്തിയറച്ചെഴുതുന്നതിനെക്കുറിച്ചൊക്കെ വാചാലാക്കണപ്പെടും. എൻ്റെ ചോദ്യം, ഈ പറയുന്ന അഖിൽ എന്ന് പറയുന്ന പയ്യൻ ഗുണ്ടയാണ് എന്ന് പറയാനുള്ള എന്ത് കാരണം, എന്ത് തെളിവാണ് ഷാജൻ്റെ കയ്യിലുള്ളത്? ഷാജൻ സാധാരണ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണെന്നല്ലേ പറഞ്ഞത്. ഷാജൻ ഇപ്പോൾ 2 പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സതീശന് സൂചിപ്പിക്കുന്നു, അതിന് കുഴപ്പമില്ല, അത് ചെയ്തോളൂ, കുഴപ്പമില്ല. രണ്ടാമത്തത് മറ്റേ DIG ആയിട്ടുള്ള ശ്രീജിത്തിനെ എന്ത് ചെയ്യരുത്, ഒരു DIGക്കും ഈ ഗതി DGPക്കും ഈ ഗതി വരരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രീജിത്തിനെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ രണ്ടിനെ കാരണം ഷാജൻ്റെ പേരിലുള്ള കേസുകൾ ഒഴിവായി കിട്ടണം, അതിനൊന്നും കുഴപ്പമില്ല. അതപ്പോൾ ഷാജൻ്റെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മല്ലിടാൻ വയ്യ, KC വേണുഗോപാൽ അങ്ങനെ മുഖ്യമന്ത്രി ആയാലും എനിക്ക് മല്ലിടാൻ വയ്യ എന്നൊക്കെ ഉള്ളത് ജയശങ്കറായിട്ടുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഷാജൻ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ജോലിയെടുത്ത് പണിയെടുത്ത് ശമ്പളം മേടിക്കുന്ന ഒരു റിപ്പോർട്ടറെ ഗുണ്ട എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ ഷാജന് യാതൊരു അധികാരവുമില്ല, അവകാശവുമില്ല. ഷാജൻ ഇപ്പം റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർക്ക് കേസുണ്ട്, അവർ ക്രിമിനലുകളാണെന്നൊക്കെ വിളിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അവർക്ക് കേസുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. കൂടാതെ ഈ പറയുന്ന ശ്രീജിത്തിനെ കുറിച്ചും ഷാജൻ പറഞ്ഞതിൽ നിരവധി വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ നമ്മുടെ സുഹൃത്തായിരുന്ന KM ഷാജഹാൻ തന്നെ താങ്കൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് അങ്ങേയറ്റം മോശമായി പോയി എന്നുള്ളത് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ ഒരു ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്നൊരു പയ്യനെ ഇത്രത്തോളം അധിക്ഷേപിക്കുന്ന പണിയിലേക്ക് ഷാജൻ കടക്കരുതായിരുന്നു എന്ന് മിതമായ ഭാഷയിൽ പറഞ്ഞു വെക്കുകയാണ്.